ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് റാസൽ ഖൈമയിലെ ഒരു റെസ്റ്റോറന്റിന് 1,00,000 ദിർഹം പിഴ ചുമത്തിക്കൊണ്ട് കോടതി ഉത്തരവ്. ഹോട്ടൽ നടത്തിപ്പുകാരനും മറ്റൊരു ജീവനക്കാരനുമാണ് കോടതി പിഴ ചുമത്തിയത്. ഇതിലെ പ്രധാന പ്രതിക്ക് 1,00,000 രൂപയും കൂട്ടുപ്രതിക്ക് 5,000 ദിർഹമും ശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ അനുബന്ധ ഫീസുകളും റെസ്റ്റോറന്റ് അടച്ചിരിക്കണം. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിനും പാറ്റ വീണ സീഫുഡ് സൂപ്പ് വിതരണം ചെയ്തതിനും റെസ്റ്റോറന്റ് ഉടമയ്ക്കും ജീവനക്കാരിൽ ഒരാൾക്കുമെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ എടുത്ത കേസിലാണ് കോടതി വിധി. കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം ഉപഭോക്താക്കൾക്ക് വിളമ്പിയതിലൂടെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന കുറ്റത്തിനും റെസ്റ്റോറന്റിനെതിരെ കേസ് എടുത്തിരുന്നു. ഒരു വനിതാ കസ്റ്റമറുടെ പരാതിയിലായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ കേസ് എടുത്തത്. ഭർത്താവിനോടൊപ്പം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ യുവതിക്കാണ് ദുരനുഭവമുണ്ടായത്. ഇന്ത്യ ഞായറാഴ്ച 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ UAEയിൽ 40 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളും ഇവിടെ ആഘോഷങ്ങളിൽ പങ്കുചേരും. UAEയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമെന്ന നിലയിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് രാജ്യം വരവേൽക്കുന്നത്. രാവിലെ 8 മണിക്ക് അംബാസിഡർ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ പതാക ഉയർത്തും. 40 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ UAE അവരെ രണ്ടാമത്തെ വീടായാണ് കാണുന്നതെന്നും ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞിരുന്നു. അതേസമയം വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്നും ദുബൈയിലേക്കെത്താൻ ഇനി വെറും 30 മിനിറ്റുകൾ. ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അതിവേഗ പൂർണ്ണ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഇത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനും പുറത്തിറക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറിൽ 350 കിലോമീറ്ററാണ് പുതിയ ട്രെയിനിന്റെ വേഗത. റീം ദ്വീപ്, സാദിയാത്ത്, യാസ് ദ്വീപ്, സയ്യദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബൈയിലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ ജദ്ദാഫ് പ്രദേശം എന്നീ 6 സ്റ്റേഷനുകളിലൂടെയാണ് ഈ അതിവേഗ ട്രെയിൻ കടന്നു പോവുക. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതിവേഗ ട്രെയിനും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് എപ്പോൾ തയ്യാറാകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ മുഹമ്മദ് അൽ ഷഹി അബുദാബിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത 5 ദശകങ്ങളിൽ UAEയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 145 ബില്യൺ ദിർഹം വരുമാനം കൂട്ടിച്ചേർക്കാൻ ഈ അതിവേഗ ട്രെയിൻ വഴി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അബുദാബി ദുബൈ റൂട്ടിലാണ് അതിവേഗ ട്രെയിൻ സർവീസ് നടത്തുക എങ്കിലും ഇതിന്റെ കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധാരണ പാസഞ്ചർ ട്രെയിൻ UAEയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഒമാൻ അതിർത്തി വരെ സർവീസ് നടത്തും. ഷാർജയിലും ഫുജൈറയിലും ഉൾപ്പെടെ അതിന് സ്റ്റേഷനുകളും ഉണ്ടാകും. GCC റെയിൽവേ കൂടി വരുന്നതോടെ സൗദി അടക്കമുള്ള GCC രാജ്യങ്ങളിലേക്കും ഇതിന്റെ സർവീസ് വ്യാപിക്കും. UAEയുടെ എല്ലാ എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് റെഗുലർ സ്പീഡ് പാസഞ്ചർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്ററാണ് ഈ ട്രെയിനിന്റെ വേഗത. 400 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ ഇതിന് സാധിക്കും. ഇതിനു പുറമെ കാർഗോ ട്രെയിനുകളും ഇതുവഴി സർവീസ് നടത്തും. ഇവയ്ക്ക് അബുദാബി, ദുബൈ, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിൽ 4 സ്റ്റേഷനുകളുണ്ടായിരിക്കും. സാധാരണ പാസഞ്ചർ ട്രെയിൻ ഇതിനോടകം സർവീസിന് പൂർണ്ണ സജ്ജമായിട്ടുണ്ടെങ്കിലും എപ്പോൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ഖത്തറിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് മികച്ച ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഇംതിയാസ് കാർഡ് പുറത്തിറക്കി. വിവിധയിനം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 10 മുതൽ 50% വരെ ഇളവ് നൽകുന്നതാണ് കാർഡ്. സൈനിക ഉദ്യോഗസ്ഥർ, സിവിലിയൻസ് തുടങ്ങി എല്ലാ വിഭാഗം ജീവനക്കാർക്കും കാർഡ് ലഭ്യമാണ്. മന്ത്രാലയത്തിലെ ജോലിയിൽ നിന്നും വിരമിച്ചവർക്കും വരെ കാർഡ് ഉപയോഗിക്കാം. ജീവനക്കാരുടെ മികച്ച സേവനങ്ങൾക്കുള്ള അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി മികച്ച നേട്ടങ്ങളും പ്രദാനം ചെയ്യുകയാണ് കാർഡിന്റെ ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇംതിയാസ് കാർഡിന്റെ നേട്ടം ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ തസ്തികകളിലായി ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഇന്ത്യക്കാർക്കും പ്രയോജനം ചെയ്യും. സൗദിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ വാരാന്ത്യത്തിൽ വീണ്ടും മഴ കനക്കും. ശക്തമായ കാറ്റും അനുഭവപ്പെട്ടേക്കാം. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്.
അതേസമയം വ്യാഴം മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങളിലായിരിക്കും മഴ കൂടുന്നത്. പൊടിക്കാറ്റും ശക്തമായിരിക്കും. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ കാറ്റ് വീശും. കനത്ത വെള്ളപ്പൊക്കം, ആലിപ്പഴം വീഴൽ, കൊടുങ്കാറ്റ് എന്നിവയ്ക്കെല്ലാം രാജ്യം വീണ്ടും സാക്ഷിയാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മക്ക, അൽബഹ, അസീർ, ജസാൻ, അൽ ജൗഫ്, വടക്കൻ അതിർത്തി, കിഴക്കൻ പ്രവിശ്യയിലെ പ്രദേശങ്ങൾ, റിയാദ്, ഖസീം, ഹെയിൽ എന്നിവിടങ്ങളിലാണ് മഴ കൂടുതൽ ശക്തമാവുക. മദീനയിലെ അൽ മഹദ്, അൽ ഹനാക്കിയ എന്നീ ഗവർണറേറ്റുകളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെ കനത്ത മഴ പെയ്യും. തിങ്കൾ വരെ നജ്റാൻ, തബൂക്ക് റീജിയനുകളിൽ മഴ പെയ്തേക്കും. പൊതുജനങ്ങൾ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ നേറ്റീവ് AI കരുത്തുള്ള സർക്കാരായി മാറാൻ അബുദാബി ഒരുങ്ങുന്നു. 2027ഓടെ ഈ ലക്ഷ്യം നേടാനാകുമെന്നാണ് അബുദാബി പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ 5000ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതേസമയം തൊഴിലവസരങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് ഒരു നേട്ടവും ഉണ്ടാകില്ല. സ്വദേശികൾക്ക് ഇത് വലിയ നേട്ടമായി മാറുകയും ചെയ്യും. അബുദാബിയുടെ AI ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി 13 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ടെന്നും പദ്ധതി നടപ്പിലായാൽ UAE പൗരന്മാർക്കായി 5000ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ സൈബർ സെക്യൂരിറ്റി, ദുരന്തങ്ങൾക്ക് മുന്നോടിയായി നടത്തേണ്ട മുന്നൊരുക്കം, ആരോഗ്യമേഖല, നിയമപരിപാലനം തുടങ്ങിയ രാജ്യത്തെ വിവിധ മേഖലകളെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നും അബുദാബിയിൽ പ്രൊജക്ട് ഡെലിവറി വിദഗ്ധൻ അറിയിച്ചു. പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക മേഖലയെ സജീവമായി നിലനിർത്തുന്നതിനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സർക്കാരിന് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. വിവിധ കാര്യങ്ങളിൽ അതിവേഗത്തിൽ തീരുമാനമെടുക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം തേടാം. പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളുമായി സൗദി അറേബ്യ. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, പുകവലിക്കാത്തവരെയും കുട്ടികളെയും പുകവലിയുടെ ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നടപടി. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കാനോ പ്രദർശിപ്പിക്കാനോ വിൽപ്പന നടത്താനോ പാടില്ല. ഉപഭോക്താക്കൾക്കായി ദേശീയ സമിതി അംഗീകരിച്ച മാതൃകയിൽ ഒരു മുന്നറിയിപ്പും പ്രദർശിപ്പിക്കണം. സൗദി മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങൾ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും അവയുടെ വിവിധ വകഭേദങ്ങളും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നവ ആയിരിക്കണം. ഉറവിടങ്ങൾ അറിയാത്തതോ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങിയതോ ആയ പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കാനോ പ്രദർശിപ്പിക്കാനോ വിൽപ്പന നടത്താനോ പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സീൽ ചെയ്ത പാക്കേജിൽ മാത്രമേ സിഗരറ്റുകൾ ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താവൂ. പാക്കറ്റ് പൊട്ടിച്ച് ചില്ലറയായി അവ വിൽക്കാൻ പാടില്ല. പുകയിലയുടെയോ അതിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെയോ വില കുറച്ച് നൽകരുത്. സമ്മാനങ്ങളായോ സാമ്പിളുകളുടെ രൂപത്തിലോ സൗജന്യമായോ പ്രൊമോഷണൽ ഓഫറുകളുടെ ഭാഗമായോ അവ നൽകരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പുകയിലയുടെയും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും പരസ്യം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യാനോ വിൽപ്പന നടത്താനോ മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകാനോ പാടില്ലെന്നും പുതിയ നിയന്ത്രണത്തിൽ പറയുന്നു.